വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് സന്ധ്യയുടെ ജനനത്തെക്കുറിച്ചാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ്റെ മാനസകോവിലിൽ സ്ഥലം പിടിച്ചങ്കുരിച്ച അങ്കനാമലരാണ് സന്ധ്യയെന്ന സൗന്ദര്യധാമം. ജന്മനാ തന്നെ മാതകത്തിടമ്പായ അവൾ അലൗകിക സൗന്ദര്യത്തിൻ്റെ ഉറവിടമായിരുന്നു. അവളുടെ അംഗലാവണ്യത്തിൽ പ്രജാപതികളും ദേവന്മാരും അനുരക്തമായി തീർന്നു. സന്ധ്യയുടെ വശ്യമായ മന്ദഹാസവും മധുരമൊഴികളും ബ്രഹ്മാവിൻ്റെ പോലും ഉറക്കം കെടുത്തി. അഭിനിവേശത്തോടെ ബ്രഹ്മാവ് സന്ധ്യയുമായുള്ള ഇംഗിതത്തിന് വട്ടം കൂട്ടി. മനോവേദനയോടെ അവൾ ഒരു മാൻപേടയുടെ വേഷം ധരിച്ച് ഓടിയൊളിക്കാനൊരുങ്ങിയപ്പോൾ വിരിഞ്ചൻ മാനിൻ്റെ രൂപം ധരിച്ച് അവളെ ആവേശത്തോടെ അനുധാവനം ചെയ്തു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഒരു മാനിൻ്റെ വേഷത്തിൽ തൻ്റെ മാനസപുത്രിയുടെ പിന്നാലെ ഇന്ദ്രിയാനുഭൂതി അനുഭവിക്കാനുള്ള അത്യാർത്തിയോടെ പാഞ്ഞു പോകുന്നത് കണ്ട ശ്രീ പരമേശ്വരൻ ഒരു അസ്ത്രമയച്ചു. ഭഗവാന്റെ അസ്ത്രം ആ ആൺമാനിൻ്റെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. പൊടുന്നനെ ബ്രഹ്മാവ് സ്വരൂപം ധരിക്കുകയും കൈലാസേശ്വരനോട് മാപ്പ് നൽകണമെന്ന്, തൻ്റെ അപരാധം പുറത്ത് കരുണ കാണിക്കണമെന്നും അപേക്ഷിച്ചു. അതിനുശേഷം ശിവൻ്റെ അമ്പ് ആർദ്ര എന്ന താരകമായും മാനിൻ്റെ ശിരസ് മൃഗശിരസ് അഥവാ മകൈര്യം എന്ന നക്ഷത്രമായും ഭവിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ സന്ധ്യ പുണ്യസംവർദ്ധകമായ ഒരു യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ സന്ദർഭം നോക്കി അന്തർപ്പൻ തൻ്റെ ബാണങ്ങളുമായി അവിടേക്ക് ആഗതനായി. ചിത്തവൃത്തി നിരോധം കൈവരിച്ച സന്യാസിമാരുടെ അന്തരംഗത്തെ പോലും ചലനാത്മകമാക്കാൻ പോന്ന രൂപഭാവങ്ങളും അഴകും ഒത്തുചേർന്ന സന്ധ്യ ഒരു താപസ്വിയുടെ വേഷത്തിൽ ഭക്തി ആകർഷത്തോടെ ഭഗവാനെ ധ്യാനിക്കുകയായിരുന്നു. ഇതുതന്നെയാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ കാമദേവൻ ഒട്ടും അമാന്തിക്കാതെ തൻ്റെ കാമബാണം തൊടുത്തുവിട്ടു. പൊടുന്നനെ ആ നാരീരത്നത്തിൻ്റെ അകക്കാമ്പിൽ കാമാവേശം ഉദ്ദീപ്തമാകുകയും ധ്യാനമണ്ഡപം വിട്ട് അവൾ പുറത്തിറങ്ങുകയും ചെയ്തു. അടങ്ങാത്ത ആവേശത്തോടെ അവൾ കാമദേവനെ സമീപിച്ചു. ജ്ഞാനദൃഷ്ടിയാൽ കാര്യം ഗ്രഹിച്ച ബ്രഹ്മാവ് പൊടുന്നനെ സന്ധ്യയുടെ ചാരത്തണഞ്ഞു. അവൾ ബ്രഹ്മാവിലും അനുരക്തയായി. പിതാവായ ബ്രഹ്മാവിന് അവളിൽ ആഗ്രഹം ജനിച്ചു. ഇതെല്ലാം സംഭവിച്ചത് പരബ്രഹ്മം തന്നെയായ സദാശിവൻ അറിയാത്തതല്ല. അങ്ങനെ കാര്യം ഗ്രഹിച്ച ശ്രീ ഭഗവാൻ സ്വപുത്രിയിൽ മോഹം ജനിച്ച ബ്രഹ്മാവിനെ പുച്ഛിച്ചു. പിതാവിനെയും സോദരനെയും കാമിച്ചത് സ്വമനസാലെ ആയിരുന്നില്ലെന്ന് ഭഗവാന് അറിയാമായിരുന്നെങ്കിലും ഭഗവാൻ ആ പെൺകൊടിയെ ശാസിച്ചു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിൽ അവൾ പശ്ചാത്താപത്താൽ നീറിപ്പിടയുകയും ചെയ്തു. തൻ്റെ ചേതസ്സിൽ കാമത്തിൻ്റെ വിത്ത് പാകിയ കന്ദർപ്പനെ ബ്രഹ്മാവ് ശപിക്കുകയും ചെയ്തു. എന്നാൽ സന്ധ്യയുടെ പശ്ചാത്താപം നിറഞ്ഞ മനസ്സ് വിഷാദാഗ്നിയിൽ വെന്തുനീറാൻ തുടങ്ങി. പിതാവിനെയും സഹോദരനെയും സ്വമനസാലെ അല്ലെങ്കിൽ പോലും കാമപൂർത്തിക്ക് ക്ഷണിച്ച താൻ മഹാപരാധമാണ് പ്രവർത്തിച്ചതെന്നും ഇനി തൻ്റെ ശരീരം പങ്കിലമായതിനാൽ യാതൊരു പ്രയോജനവും ഇല്ലെന്നും അവൾ അറിയുകയും ചെയ്തു. തപശക്തി പോലും നഷ്ടപ്പെട്ട തൻ്റെ ശരീരത്തെ അഗ്നിക്ക് സമർപ്പിക്കുവാനാണ് അവൾ നിശ്ചയം ചെയ്തത്. തനിക്കുണ്ടായതുപോലുള്ള അനുഭവം ലോകത്തിൽ മറ്റൊരു സ്ത്രീക്കും
സംഭവിക്കാൻ പാടില്ലെന്നും ഭൂമിയിൽ കാമത്തിൻ്റെ വിത്ത് മനസ്സിലിട്ട് അങ്കുരിപ്പിച്ചുകൊണ്ട് ആരും തന്നെ ജന്മമെടുക്കാൻ ഇടവരുതെന്നും സന്ധ്യ തീരുമാനിച്ചു. യുവത്വത്തിൻ്റെ വസന്തകാലം സമാഗതമാകുമ്പോൾ മാത്രമേ കാമവികാരം അന്ധകരണത്തിൽ വിടരാൻ പാടുള്ളൂ എന്ന പ്രാർത്ഥനയോടെ അവൾ സാക്ഷാൽ ശ്രീ സദാശിവനെ ധ്യാനിക്കാൻ തീരുമാനിച്ചു. അപ്രകാരം ചന്ദ്രഭാഗ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചിരുന്ന നദിയുടെ ഉത്ഭവകേന്ദ്രത്തെ ലക്ഷ്യമായി അവൾ നടകൊണ്ടു. ജ്ഞാനദൃഷ്ടിയാൽ സന്ധ്യയുടെ നിശ്ചയത്തെക്കുറിച്ചറിഞ്ഞ വിരിഞ്ചൻ തൻ്റെ മാനസപുത്രനും മഹാജ്ഞാനിയുമായ വസിഷ്ഠനെ വിളിച്ചു വരുത്തി കൽപ്പിച്ചു, മകനെ, എൻ്റെ പുത്രിയായ സന്ധ്യ ശ്രീശങ്കരനെ തപസ്സനുഷ്ഠിക്കാനായി ചന്ദ്രഭാഗ നദിയുടെ ഉത്ഭവസ്ഥാനമായ പർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. തപസ്സനുഷ്ഠിക്കേണ്ട വിധിയെക്കുറിച്ച് അവൾക്കൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് വസിഷ്ഠ ഉടനെ അവളെ കണ്ടുപിടിച്ച് ഭിക്ഷ നൽകണം. അവളുടെ ആഗ്രഹം സഫലമാക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള സാത്വികോപദേശങ്ങളും വസിഷ്ഠ അവൾക്കായി പ്രദാനം ചെയ്യണം. പിതാശ്രീയുടെ വാക്കുകൾ അതേപടി നിറവേറ്റിക്കൊള്ളാമെന്ന വാഗ്ദാനത്തോടെ വസിഷ്ഠ മഹർഷി അവിടെ നിന്നും പോകുകയും ചെയ്തു. ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച വസിഷ്ഠൻ ചന്ദ്രഭാഗ പർവ്വതത്തിലെത്തി ദീപനാളത്തിൻ്റെ ശോഭ പരത്തിക്കൊണ്ടുള്ള ആകാരഭംഗി വഴിഞ്ഞൊഴുകുന്ന സന്ധ്യയെ സമീപിച്ച് അദ്ദേഹം സ്നേഹാധിക്യത്തോടെ ആദരവോടും കൂടി ചോദിച്ചു, ഹേ ഭദ്രേ, നീ ആരാണ്? നിൻ്റെ മാതാപിതാക്കൾ ആരാണ്? ഏകയായി ഈ പർവ്വതമുകളിൽ എന്തു കാര്യത്തിനാണ് നീ എത്തിച്ചേർന്നിരിക്കുന്നത്? യാതൊരു ഭയവും ഇല്ലാതെ നീ ഇവിടെ നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? യുവത്വത്തിൻ്റെ പ്രഭാവവും കോമളനും ഉത്തമ ലക്ഷണങ്ങളുമുള്ള ആ ബ്രഹ്മചാരിയെ ദർശിച്ച സന്ധ്യ അയാളുടെ നേത്രങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷം തൊഴുകൈയോടെ അവൾ പറഞ്ഞു, ഞാൻ ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയായ സന്ധ്യയാണ്. അബദ്ധവശാൽ ഞാൻ പാപഭംഗിരയായി. അതുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിശാലമായ പർവ്വതദേശത്ത് എത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങയെ ദർശിച്ചതിലൂടെ എൻ്റെ മനസ്സിൽ തേക്കേറിയ ദുഃഖം ഒഴിഞ്ഞു പോയതുപോലെ അനുഭവപ്പെടുന്നു. അങ്ങ് ആരാണെന്ന് എന്നോട് പറയാൻ ദയവുണ്ടാകണമേ. അദ്ദേഹം പറഞ്ഞു, സന്ധ്യേ, ഞാനും ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായ വസിഷ്ഠനാണ്. പിതാവിൻ്റെ കൽപ്പനപ്രകാരം നിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ആഗതനായത്. വസിഷ്ഠനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതറിഞ്ഞ ആ പെൺകൊടി വിനയാന്വിതയായി പറഞ്ഞു, തപസ്സന്വേഷിക്കാൻ വേണ്ട ഉപദേശങ്ങൾ തന്ന് അങ്ങ് എന്നെ അനുഗ്രഹിക്കാൻ ദയവുണ്ടാകണം. ആദരപൂർവം ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സന്ധ്യേ, ഏറ്റവും ഉത്കൃഷ്ടമായ തേജസ്സും മഹത്തായ തപസ്സും ഒരുപോലെ ശ്രേഷ്ഠമാണ്. സകല ജീവികളിലും അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ജഗത് പിതാവാണ് സദാശിവൻ. ഓം നമ ശങ്കരായ ഓം എന്ന പാവനമന്ത്രം നിരന്തരം ധ്യാനിച്ചുകൊണ്ട് മൗനം ദീക്ഷിച്ചുകൊണ്ടും തപസ്സനുഷ്ഠിക്കുക. തീർച്ചയായും നിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ സഫലമാകുന്നതാണ്. സന്ധ്യയുടെ ജനനം ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.